Hi all, my name is Ashna and I am starting my YouTube journey here today. So ഞാൻ ഇന്നൊരു ബേസിക് മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സെൽഫ് മേക്കപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാൻ ബേബി വൈപ്സ് ഇട്ട് ഫേസ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ദെൻ സ്കിൻ പ്രിപ്പിനായിട്ട് ഞാൻ ഒരു ടോണർ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ടോണറാണ്. അതിനുശേഷം ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എൻ്റെ ഓയിലി സ്കിന്നാണ്, സോ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ടോണറും അതുപോലെ തന്നെയാണ് യൂസ് ചെയ്തത്. ദെൻ അതിനുശേഷം നമുക്ക് ഐബ്രോ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് PACയുടെ ബ്രഷാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ സെൻറ്ററിൽ നിന്ന് ഞാൻ സൈഡിലേക്ക് ഒരു ലൈൻസ് മേളിലും അപ്പറിലും ഡൗണിലും ആയിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷമായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്രണ്ട് ലൈൻ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഒരുപാട് ഡാർക്ക്നെസ് പോകരുത്, ഒരു ലൈറ്റ് രീതിയിലായിരിക്കണം ആവേണ്ടത്. ശേഷം ഞാൻ കൺസീൽ ചെയ്യുന്നുണ്ട്. കൺസീലർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 ഷെയ്ഡ് ഡാർക്കർ ആയിരിക്കണം, ഒരിക്കലും ലൈറ്റ് എടുക്കരുത്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡിന് 1 ഷെയ്ഡ് ഡാർക്കർ എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഐബ്രോസ് നമുക്ക് ലൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഇപ്പോൾ അതിന് ഫൈനൽ ലുക്ക് വരുന്നത്. ദെൻ ഞാനിപ്പോൾ റെവല്യൂഷൻ്റെ ഐബ്രോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിങ്ങനെ കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഐസ് കോണ്ടോർ ചെയ്യാറുണ്ട്, കാരണം നമ്മുടെ ഐസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഐ ഷാഡോ ഇടുന്ന കളർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശേഷം ഞാനൊരു ലൈറ്റ് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ ഐസിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്ലിറ്ററി കൂടിയിട്ടുള്ളതാണ്. ശേഷം ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. കാരണം നമ്മുടെ അണ്ടർ ഐസിലാണെങ്കിലും നമ്മുടെ മൗത്തിന് ചുറ്റാണെങ്കിലും നല്ല ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത്. ശേഷം ഞാൻ ആ കളർ കറക്റ്ററിൻ്റെ മുകളിലേക്ക് എൻ്റെ ഷെയ്ഡിന് ഒരു ഷെയ്ഡ് ഡാർക്കായിട്ടുള്ള കൺസീലർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ നമ്മൾ കറക്ഷൻ ചെയ്ത സ്ഥലത്ത് മുഴുവനും ഞാൻ അവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുകയാണ്. ഫുള്ള് നമ്മൾ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഞാനിങ്ങനെ ഇത് കൺസീൽ ചെയ്യുന്നുണ്ട്. ശേഷം ഞാനൊരു സൈഡ്, അതായത് കോർണർ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഐസിൻ്റെ പാർട്ടിൽ. അപ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കൺസീലറിൻ്റെ കൂടെ നമ്മുടെ ഓറഞ്ച് കളർ കറക്ഷൻ കൂടെ യൂസ് ചെയ്താൽ നമ്മുടെ ഫേസിൻ്റെ കളർ ഡാർക്ക്നെസ്സൊക്കെ മാറി നല്ലോണം ഈവൻ ആയിട്ടുണ്ടാകും. ശേഷം നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളർ കറക്റ്ററിൻ്റെ വീഡിയോ ഞാൻ ആക്ച്വലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ഞാനിപ്പോൾ എടുക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ക്യാപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. ശേഷം ഞാൻ ഫൗണ്ടേഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. അതിൽ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഈവനാക്കി ബ്ലെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ടും എല്ലാ ഭാഗങ്ങളും അപ്ലൈ ചെയ്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഐസ് ചെയ്യുന്നുണ്ട്. ഐസ് എൻ്റേതായ രീതിയിലൊരു ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്, കാരണം എൻ്റെ ഭയങ്കര ചെറിയ ഐസ് ആയതുകൊണ്ടാണ് എനിക്ക് വലിയ രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഐസ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ പൗഡർ സെറ്റ് ചെയ്യാണ്. മാക്കിൻ്റെ പൗഡർ സെറ്റാണുള്ളത്. അത് വെച്ചിട്ട് ഞാൻ നല്ല രീതിക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത്, എൻ്റെ ഓയിൽ ഫേസ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു ഷൈൻ ഒന്ന് കുറയ്ക്കാനും എൻ്റെ ആ ഒരു ഓയിൽനെസ്സൊക്കെ ഒന്ന് കളയാനും പൗഡർ ഞാൻ നല്ല രീതിക്ക് സെറ്റ് ചെയ്യുന്നു. ശേഷം ഞാൻ ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ബ്ലഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ബ്ലഷിൻ്റെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഹൈലൈറ്റർ എങ്ങനെയാണ് നമ്മളെ ഓരോ ഫേസിനനുസരിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഹൈലൈറ്ററും ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതൊരു സിമ്പിൾ ആൻഡ് ബേസിക് മേക്കപ്പാണ് കേട്ടോ. ആർക്കായാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രയും പ്രോഡക്റ്റ്സ് വെച്ചിട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.